ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് കുറച്ച് ദിവസം ആഗ്ര വ്ളോഗിംഗ് ആണ്. അതായത് ഞാൻ ആഗ്രയ്ക്ക് പോവാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാട്ടോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ആണ്, ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ ടു ആഗ്ര. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്രെയിൻ തന്നെ ആയിരിക്കും. എന്താണ് ഞാൻ ഇങ്ങനെ അങ്ങനെ ആഗ്രയിൽ എത്തിയിട്ട് ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് ഈ ചായയാണ്. ഇവിടുത്തെ ഓട്ടോക്കാർ പറഞ്ഞതാണ് ഇവിടെ നല്ല അടിപൊളി ടീ സ്പോട്ട് ഉണ്ടെന്നാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കുടിച്ചത്. അത്ര വലിയ കാര്യമൊന്നുമില്ല, നോർമൽ ചായ അത്രേ തോന്നിയുള്ളൂ. പിന്നെ ഇവിടുന്ന് കെട്ടിയൊരുങ്ങി ഞങ്ങൾ പോയത് താജ്മഹൽ അല്ല, ബേബി താജ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ ആദ്യത്തെ കേൾക്കുന്നത്. ഞാൻ ആഗ്ര എന്ന് പറയുമ്പോൾ താജ്മഹൽ, ആഗ്ര ഫോർട്ട് അതൊക്കെ തന്നെ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ബേബി താജ് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആഗ്ര എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷേ ബേബി താജ് എന്ന് പറയുന്നത് വീണ്ടും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മുടെ താജ്മഹലിന്റെ ഒരു മിനി വേർഷൻ. അതായത് അത്ര താജ്മഹൽ നല്ല വലുതാണ്, ഇതൊരു ചെറിയൊരു വേർഷൻ ആയിരിക്കും. അത് എൻ്റെ അമ്മ ഇവിടുത്തെ വെയിൽ ഒരു രക്ഷയില്ല. അതായത് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊള്ളി പോകാന്ന് പറയില്ല, അമ്മ അതിന് ചൂടാണ് വരുന്നത്. അതുകൊണ്ട് സൺസ്ക്രീന്, കൊട, സ്കാർഫ് എന്തൊക്കെയാണ് കയ്യിൽ കിട്ടുന്നത് അതൊക്കെ എടുത്തിട്ട് പോരേട്ടോ, അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ഒരു വ്യൂ താജ്മഹൽ. താജ്മഹൽ അല്ല, ബേബി താജിന്റെ മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ബേബി താജ് ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാണ്ടായി തുടങ്ങി കേട്ടോ. കാരണം ഈ വെയിലത്തുള്ള നടത്ത വൻ ടാസ്ക് തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ആഗ്ര ഫോർട്ട് കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലല്ലേ ഈ സമയത്ത്, അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതൊക്കെ തിരുത്തി എഴുതിക്കൊണ്ടായിരുന്നു. അവിടെ ഒരു പൂരത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് ക്യൂവിൽ നിന്ന് ടിക്കറ്റൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. ഇനി ആഗ്ര ഫോർട്ട് വിശേഷങ്ങൾ ഞാൻ നാളെ പറയാം കേട്ടോ. അപ്പോൾ അതുവരയ്ക്കും ബൈ.